തൊട്ടിയിൽ മെറ്റൽ നിറച്ച് കിണറിനകത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ എന്താ സംഭവം എന്ന് ഒറ്റയടിക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. സംഭവം വേറൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ശുദ്ധജലം. എന്നാൽ നമ്മുടെ മുത്തച്ഛന്മാരുടെ കാലത്തുള്ള കിണറിനേക്കാളും ഇരട്ടി താഴ്ചയാണ് ഇപ്പോഴുള്ള കാലത്തെ കിണറുകൾക്ക്. കാരണം ഓരോ വർഷം കഴിയുന്നതോറും വെള്ളത്തിൻ്റെ ഉറവ കുറഞ്ഞു വരികയാണ്. വെള്ളമുള്ള കിണറുകളാണെങ്കിൽ മണ്ണിടിച്ചിലും വെള്ളത്തിൻ്റെ പാടകട്ടിലും വെള്ളത്തിന് നിറം മാറ്റം കാരണം വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനെല്ലാത്തിനും ഒരു നല്ല പരിഹാരമാണ് കളിമൺ റിങ് ഇറക്കുക എന്നുള്ളത്. ഈ കാണുന്നതാണ് കളിമൺ റിങ്ങുകൾ. ഈ റിങ്ങുകൾ കിണറ്റിലേക്ക് ഇറക്കുന്നതോടെ അതിലേക്കുള്ള മണ്ണിടിച്ചിൽ നിൽക്കുകയും അതിൻ്റെ പാടകെട്ടതിലും വെള്ളത്തിൻ്റെ നിറം മാറുന്നതൊക്കെ ഒഴിവാക്കാനും നല്ല ശുദ്ധമായ തണുത്ത മൺകൂജയിലെ പോലെ വെള്ളം നിങ്ങൾക്ക് കിണറിൽ നിന്ന് കുടിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത്രയ്ക്ക് ഗുണമുള്ളതുകൊണ്ട് തന്നെ മറ്റ് റിങ്ങുകളെ അപേക്ഷിച്ച് വിലയിൽ മാറ്റമുണ്ട്. കാരണം ഒരു കളിമൺ റിങ് കിണറ്റിലിറക്കാൻ പാകമാവണമെങ്കിൽ ഏകദേശം വേനൽക്കാലത്താണെങ്കിൽ 2 ആഴ്ചയും മഴക്കാലത്ത് 3-4 ആഴ്ചയോളം ആവുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു റിങ് അടിച്ചിട്ടാൽ അത് വെയിലേൽക്കാതെ കാറ്റ് കൊണ്ട് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷം ചൂളയിൽ 3 ദിവസം കത്തിച്ചാൽ മാത്രമാണ് നമ്മുടെ കളിമൺ റിങ് കിണറ്റിലിറക്കാൻ പാകമാവുകയുള്ളൂ. കമ്പിയോ മറ്റ് കെമിക്കലോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് ക്രാക്കില്ലാതെ ഒരു റിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിങ്ങുകളുടെ ആവശ്യം അനുസരിച്ച് കിണറിൻ്റെ സൈസ് അനുസരിച്ച് പല സൈസിലും ഇവിടെ റിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്. 36 ഇഞ്ച്, 46 ഇഞ്ച്, 56, 67, 77 ഇഞ്ച്, അങ്ങനെ പല സൈസിലുണ്ട് റിങ്ങുകൾ. അതിൻ്റെ വട്ടം വരുന്നത്, എന്നാൽ ഉയരം വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ഈ 4 പേര് ഒരുമിച്ച് കയറി റിങ്ങുകൾ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത്ര സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അതുപോലെ 4 വശത്തു നിന്നും കയറ് കെട്ടി വളരെ ശ്രദ്ധയോടെ ഒരേപോലെ എല്ലാവരും കയറ് ഇറക്കിയെങ്കിൽ മാത്രമേ കറക്റ്റ് ലെവലായിട്ട് ഓരോ റിങ്ങുകൾ താഴെ സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഒരാൾ അവിടെ താഴെ കിണറ്റിലേക്ക് ഇറങ്ങിയതിന് ശേഷം കറക്റ്റ് പ്രോപ്പർ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്താണ് ഓരോ റിങ്ങുകളും മുകളിലേക്ക് സെറ്റ് ചെയ്ത് വരുന്നത്. അതിനുശേഷം ഈ റിങ്ങുകളുടെയും കിണറിൻ്റെയും ഭിത്തിക്ക് ഇടയിൽ വരുന്ന ഭാഗത്ത് മെറ്റൽ നിറക്കുകയാണ് ചെയ്യുന്നത്. റിങ്ങിൻ്റെ വില, വണ്ടി വാടക, പണിക്കൂലി, ഇതൊന്നും ഒരു ഫിക്സഡ് റേറ്റ് അല്ല കേട്ടോ. കാര്യം റിങ്ങിൻ്റെ റേറ്റ് ഓരോ റിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇനി വണ്ടി വാടകയാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ദൂരത്തേക്കുള്ള ദൂരം എന്തോരം ഉണ്ടെന്നുള്ളതനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇനി പണിക്കൂലി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കിണറിൻ്റെ ആഴം, എത്ര റിങ്ങുകൾ വേണ്ടി വരും, എത്ര സമയം എടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഇതെല്ലാത്തിനും പുറമെ നമുക്ക് പറയാനുള്ള മെയിൻ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവരെക്കാളും വിലക്കുറവിൽ വേറൊരു സ്ഥലത്തും ഈ വർക്ക് ചെയ്തു തരുന്നില്ല. ഇവരാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഈ വർക്ക് ചെയ്തു തരുന്നതെന്നാണ്. അപ്പോൾ ഇവരുടെ വർക്കിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് റിങ്ങുകൾ ആവശ്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ട് ഇവരുടെ നമ്പർ ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ഷെയറും കൂടി ചെയ്തേക്കാം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.